IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുകാന്തുമായി നെടുമ്പാശ്ശേരിയിൽ തെളിവെടുപ്പ് തുടരുകയാണ്. നമുക്ക് ആദ്യം തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഹൈക്കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് കൃത്യമായി ആത്മഹത്യാ പ്രേരണ തന്നെയാണ് സുകാന്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ജാമ്യം നിഷേധിച്ചപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയതും അത്തരത്തിൽ തന്നെയായിരുന്നു. മാനസിക, ശാരീരിക, സാമ്പത്തിക ചൂഷണം സുകാന്തിന്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജാമ്യം നിഷേധിച്ചത്. തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ഏറെ നിർണായകമായ തെളിവെടുപ്പാണ് പുരോഗമിക്കുന്നത്. പ്രതി സുകാന്തുമായി ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ തെളിവെടുപ്പ് തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ. രോഹിണി, അല്പസമയം മുമ്പാണ് IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ സുകാന്തുമായി നെടുമ്പാശ്ശേരിയിൽ എത്തിയിരിക്കുന്നത്. പേട്ട പോലീസാണ് സുകാന്തുമായി നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ, ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് ഇയാൾ ഈ IB ഉദ്യോഗസ്ഥയുമായി വന്ന് താമസിച്ചത് എന്നാണ് പോലീസിനോട് പറഞ്ഞത്. എന്തായാലും ഇന്നലെ IB ഉദ്യോഗസ്ഥരുടെ ഫ്ളാറ്റിൽ അടക്കം തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് പേട്ട പോലീസ് ഇന്ന് രാവിലെ 5 മണിയോടുകൂടി സുകാന്തുമായി നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര തിരിച്ചത്. അല്പസമയം മുമ്പാണ് ഈ നെടുമ്പാശ്ശേരിയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അപ്പാർട്ട്മെന്റിലേക്ക് സുകാന്തുമായി എത്തിയത്. പേട്ട പോലീസ് സംഘമാണ് ഇയാളുമായി ഇവിടെ തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. IB ഉദ്യോഗസ്ഥയുമായി ഇയാൾ താമസിച്ച സ്ഥലം ആണ് ഇതെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുകാന്തുമായി ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസമാണ് കോടതി സുകാന്തിനെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കൊടുത്തത്. ഇയാളുമായി ഈ IB ഉദ്യോഗസ്ഥയുമായി ഇയാൾ താമസിച്ച സ്ഥലങ്ങളിലൊക്കെ അടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നെടുമ്പാശ്ശേരിയിൽ സുകാന്ത് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വെച്ചാണ് ഈ IB ഉദ്യോഗസ്ഥയെ പരിചയപ്പെട്ടത്. അതിനുശേഷം ഇവിടെ വന്ന് ഇവർ ഒരുമിച്ച് ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ പോലീസിനോട് സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തി അയാൾ താമസിച്ച മുറിയിലടക്കം പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. ഇനിയിപ്പോൾ ഇവിടെ കൂടിയാണ് പൂർത്തിയാകാനുള്ളത്. 3 ദിവസത്തേക്കാണ് പേട്ട പോലീസിന്റെ കസ്റ്റഡിയിൽ കോടതി സുകാന്തിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 24-നാണ് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം ശരി നിഷ, വ്യക്തമാണ്. എന്തായാലും സുകാന്തുമായുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.